നമസ്കാരം, സലീൽ ബിൻ കാസിമാണ്. സനാതന ധർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ മുരളീധരന്റെ മുരൾച്ചയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലുള്ള കൊടും ഭീകര പ്രസ്ഥാനങ്ങളുടെ മാതൃക. ആ മാതൃകയിലാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് ബംഗ്ലാദേശിൽ അക്രമം അഴിച്ചുവിടുന്നത്. കമ്മ്യൂണിസ്റ്റുകാരും ബംഗ്ലാദേശിൽ അക്രമം അഴിച്ചുവിടുന്ന കൊടും ഭീകരരായ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ കാരണം സനാതന ധർമ്മം വല്ലാത്ത പ്രയാസത്തിലാണ്. സനാതന ധർമ്മത്തിലുള്ള സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ബസ് കാത്തിരിക്കുന്ന ഒരു പാവപ്പെട്ട ഹിന്ദു ദലിത് യുവതി, അവരങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരോ ഭീകരന്മാരായിട്ടുള്ള ജമാഅത്തുകാരോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ആ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സനാതന ആംഗ്ലമാരെന്ത് ചെയ്തു? അവരെ കാറിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ സ്ഥലമില്ലാഞ്ഞിട്ട് കൂടെ അവർക്ക് ലിഫ്റ്റ് കൊടുക്കുക. ഭീകരന്മാരെ കയ്യിൽ പെടാണ്ട് ഒരു സഹോദരിനെ രക്ഷിച്ചതിനുള്ള സന്തോഷമാണ് ഇവരെ മുഖത്തുങ്ങൾ ഇങ്ങനെ കാണുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടിയെ കുറെ സംഖ്യകൾ ചേർന്നിട്ട് ആക്രമിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ദൃശ്യം കാണുമ്പോൾ തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരത്തിന്റെ ആൾക്കാർ കറുത്ത ചാക്കിട്ട് മൂടി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു പെൺകുട്ടി വഴിയരികിൽ കുറെ സനാതന ആംഗ്ലമാരെ കണ്ട സമയത്ത് കരഞ്ഞുകൊണ്ട് അവളുടെ വിഷമങ്ങൾ പറയുകയും അവര് അവളുടെ ഉള്ളിലുള്ള വേദനകൾ അടിച്ചമർത്തുകയും ചെയ്യുന്ന മഹത്തായ സനാതന കാഴ്ചയാണ് ഈ കാണുന്നത്. ആരുമില്ലാത്തൊരു സ്ഥലത്ത് കാലിന് സുഖമില്ലാത്തൊരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് സനാതന ആംഗ്ലമാര് അതിലെ വന്നു. ആ കുട്ടീനെ കണ്ട സമയത്ത് അവർക്ക് പാവം തോന്നി. ആ സനാതന ആംഗ്ലമാരെല്ലാരും കൂടി കൂടിയിട്ട് നടക്കാൻ വയ്യാത്ത ആ പാവപ്പെട്ട പെൺകുട്ടിനെ എടുത്തുകൊണ്ട് പോണ നന്മ നിറഞ്ഞ ഒരു മഹത്തായ സനാതന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത ഒരു ഹിന്ദു പെൺകുട്ടി യുവജനോത്സവത്തിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ കുറച്ച് സനാതന ആംഗ്ലമാരോട് ആ വിഷമം പറഞ്ഞു. ഓർക്ക് ഡാൻസ് അറിയില്ല. എന്നാലും കൂടി അവര് ആ കുട്ടീനെയും കൂട്ടിയിട്ട് അവർ താമസിക്കുന്ന അവരുടെ റൂമിൽ പോയിട്ട് 5-6 പോത്ത് പോലുള്ള ആംഗ്ലമാരെല്ലാരും കൂടിയിട്ട് ആ ചെറിയ പെൺകുട്ടിനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് പശ്ചിമ ബംഗാളിലുള്ള സബ്യാജി ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള BJP നേതാവിന്റെ സനാതന ധർമ്മം ഉണർന്നൊരു കാഴ്ചയാണ്. പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെ ആട് മേയ്ക്കാൻ കൊണ്ടുപോകുന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള സബ്യാജി ഘോഷ് മൂപ്പരെ കൊണ്ട് കഴിയണ അത്രയും ഹിന്ദു പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പ്രായപൂർത്തി ആയതും ആവാത്തതായിട്ടുള്ള ഒരുപാട് ഹിന്ദു പെൺകുട്ടികളെ സ്വന്തം ഹോട്ടലിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു നിലവറ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി പാർപ്പിച്ച് ഈ പെൺകുട്ടികളൊക്കെ സംരക്ഷിച്ചു. കുറച്ച് ആൾക്കാർ മൂപ്പരെ ഉള്ളിലെ നന്മ അവർക്ക് മനസ്സിലായില്ല. ഹോട്ടലിൽ പെൺവാണിഭത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുപോയി പാർപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് പോലീസിനെ വിളിച്ചു പറഞ്ഞു. ഈ പോലീസുകാർ വന്നിട്ട് മൂപ്പര് അത്രയും സേഫ് ആക്കി വെച്ച ആ പെൺകുട്ടികളൊക്കെ അവിടുന്ന് തുറന്നു വിട്ടു. സനാതന UP പോലീസിന്റെ നന്മയാണ് ഈ കാണുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ലോക്കപ്പിൽ അഭയം കൊടുക്കുകയും ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടീന്റെ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് പുറം തടവി കൊടുക്കുന്ന വല്ലാത്തൊരു നന്മയാണ് ഈ കാണുന്നത്. പാടത്ത് കഴിഞ്ഞു വീണ ഗ്രാമീണ യുവതിക്ക് കൃത്രിമ ശ്വാസം നൽകാനുള്ള ഒരു പോലീസുകാരന്റെ ശ്രമത്തെ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ തടയുന്ന ഹൃദയഭേദകമായ മറ്റൊരു സനാതന കാഴ്ച. സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, ഹൈന്ദവ ദൈവങ്ങൾക്ക് പോലും സനാതന നന്മകളിൽ നിന്ന് മോചനമില്ല. പാവപ്പെട്ട ദേവിക്ക് പറയാൻ പറ്റാത്ത എവിടോ വട്ടച്ചൊറിണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭക്തൻ ചൊറിഞ്ഞു കൊടുക്കുന്ന മറ്റൊരു കാഴ്ച. കാലില് മുള്ളു തറച്ചിട്ടുള്ള ഒരു മുനികന്യകന്റെ മുള്ളെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുക്കുന്ന മറ്റൊരു നന്മ നിറഞ്ഞ സനാതന ദൈവത്തിന്റെ വല്ലാത്ത ജാതി കാഴ്ച. വിദ്യാഭ്യാസ രംഗത്തും സനാതനം ഇങ്ങനെ പൂണ്ട് വിളയാടുകയാണ്. വിദ്യാർത്ഥികൾക്ക് സനാതന ധർമ്മം പകർന്നു കൊടുക്കുന്ന മനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്ക് കടക്കാം. नहीं करेंगे। ये होली डे शब्द आया कहाँ से? ईसाई पादरियों से आया है। उन्होंने ये होली डे वाला शब्द दिया है हमको। होली का मतलब क्या होता है? पवित्र दिन। लेकिन पवित्र दिन हमारे हिसाब से नहीं है। हमारे हिसाब से, हिंदुओं के हिसाब से पवित्र दिन में क्या होता है? അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞായറാഴ്ച ഹോളിഡേ എന്ന് പറയുന്നത് ശരിയല്ല. പുണ്യമാക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഓണം കൊടുത്തിട്ട് കുണ്ടി കാണിച്ച് നടക്കണ ഇതുപോലുള്ള വേട്ടാവളിയന്മാരെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് കുട്ടികളെ കൊണ്ട് കൈ മുട്ടിയിട്ട് പാട്ട് പാടിക്കുന്ന ദിവസമാണ്. സായിപ്പന്മാരടക്കം സനാതന സംഘികളിൽ നിന്ന് സയന്റിഫിക് നോളജ് ആർജിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. Scientific taste for it's not for you just eating for little bit daily. Eat a little bit. Eat it. Scientific taste for it's for not coming for cancer. Okay, so scientifically proven that if you eat a little bit, it cures cancer. Daily. How much? We are playing our bodies, any other stitching or anything. It's not can. Okay, so scientifically. You can take and check it in your lab. Yeah. That's it. Because of our daily we can take in the smell is come. Yeah. Any other kitchen or anything is not can. ഇവരെ അത്ര മോശക്കാരൊന്നുമില്ല. ഡെയിലി ചാണകം കഴിക്കുകയും ഗോമൂത്രം കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് ആർജിച്ചെടുത്തൊരു അറിവുണ്ടല്ലോ, അത് നേടാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് അടക്കം സായിപ്പന്മാർ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടെ സ്കൂളിലൊന്നും ആവശ്യമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും രാജ്യത്തിന് ആവശ്യമുള്ളത് ഗോശാലകളാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് രാജ്യത്തുള്ള പല സ്കൂളുകളും അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ സമരം ചെയ്യുന്നതും ഗോശാലകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊന്നും ഈ രാജ്യത്തുള്ള സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും വർഗീയ ഭീകരവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർക്കൊന്നും മനസ്സിലാവണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലുള്ള സംസ്കാരം കേരളത്തിൽ വരാൻ വേണ്ടിയിട്ട് അതിന്റെ ഉന്നതിയിലേക്ക് കേരളത്തെ കൈപിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കേരള സംഘികൾക്കൊക്കെ എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.